ഹായ് വ്യൂവേഴ്സ്, മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജയേഷ്, മലമ്പുഴ ഐ ടിയിൽ ഫിറ്റർ ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഹൈഡ്രോ മോട്ടേഴ്സിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ എന്താണ് ഹൈഡ്രോ മോട്ടേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ഹൈഡ്രോ മോട്ടേഴ്സ് ഉണ്ട് എന്നിവയാണ് വിശദീകരിച്ചത്. ഈ വീഡിയോയിലൂടെ ഹൈഡ്രോ മോട്ടേഴ്സിൻ്റെ കൺട്രോളിംഗ്, എഫിഷ്യൻസി എന്നിവയെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. ഹൈഡ്രോ മോട്ടേഴ്സിൻ്റെ ആദ്യത്തെ ഭാഗം കാണാത്തവർ മലമ്പുഴ ഐ ടിയുടെ ഒഫീഷ്യൽ ചാനലിൽ പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ പോയാൽ ഫിറ്റർ ട്രേഡിലെ എല്ലാ വീഡിയോകളും കാണാവുന്നതാണ്. ഒരിക്കൽ കൂടി ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈഡ്രോ മോട്ടേഴ്സ് പാർട്ട് 2. കൺട്രോളിംഗ് ഓഫ് ഹൈഡ്രോ മോട്ടേഴ്സ്. Hydro motors to perform effectively has to be controlled for its speed, torque and direction. ഒരു ഹൈഡ്രോ മോട്ടോർ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾക്കതിൻ്റെ സ്പീഡ്, ടോർക്ക്, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എന്നിവ കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. 3 കാര്യങ്ങളാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്: സ്പീഡ്, ടോർക്ക്, ഡയറക്ഷൻ. സ്പീഡ് കൺട്രോൾ ഓഫ് ഹൈഡ്രോ മോട്ടോർ. This is controlling the RPM of hydro motor. This is usually done by controlling the quantity incoming fluid. This is also called as the displacement of the hydro motor. അപ്പോൾ ഒരു ഹൈഡ്രോ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ RPM, റൊട്ടേഷൻ പെർ മിനിറ്റ്, RPM കൺട്രോൾ ചെയ്യുന്നതാണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹൈഡ്രോ മോട്ടറിൻ്റെ ഇൻകമിങ് ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. ഇതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രോ മോട്ടർ എന്നുകൂടെ പറയുന്നു. ഇൻകമിങ് ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻകമിങ് ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ RPM നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദ കൺട്രോൾ ഓഫ് ഫ്ലോ ഓഫ് oil can be done by various methods. Speed of hydro motor depends on the quality of oil passing through motor. അപ്പോൾ ഈ ഹൈഡ്രോ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വ്യത്യസ്തങ്ങളായ മെത്തേഡുകളുണ്ട്. അപ്പോൾ അത് വരുന്ന വീഡിയോകൾ ഇനി വിശദമാക്കുന്നതാണ്. അപ്പോൾ എത്രത്തോളം ഓയിലാണ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡാണ് മോട്ടറിനകത്തൂടെ പാസ് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ഹൈഡ്രോ മോട്ടറിൻ്റെ സ്പീഡ്. ടോർക്ക് കൺട്രോൾ ഓഫ് ഹൈഡ്രോ മോട്ടർ. ഹൈഡ്രോ മോട്ടറിൻ്റെ ടോർക്ക് കൺട്രോൾ ചെയ്യുന്നത്. ടോർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ എ ഹൈഡ്രോ മോട്ടോർ ഈസ് ദി ഫങ്ഷൻ ഓഫ് fluid pressure. Thus, by controlling the fluid pressure of the hydro motor, the torque is also controlled. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ കൊണ്ടാണ് ഒരു ഹൈഡ്രോ മോട്ടറിന് അതിൻ്റെ ടോർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ടോർക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോ മോട്ടറിൻ്റെ ടോർക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ്
ടോർക്ക് കൺട്രോളിനെ കുറിച്ച് പറയാനുള്ളത്. ഡയറക്ഷൻ കൺട്രോൾ ഓഫ് ഹൈഡ്രോമോട്ടർ. This is done by using a direction control valve in the circuit. This very much resembles the method of controlling the direction of movement of a double acting cylinder. Direction of rotation of hydromotor depends on flow path of oil. ഡയറക്ഷൻ കൺട്രോൾ വാൾവുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഹൈഡ്രോമോട്ടറിൻ്റെ റൊട്ടേഷൻ ഓഫ് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രോളിക് സർക്യൂട്ടിൽ നമ്മൾ ഡയറക്ഷൻ കൺട്രോൾ വാൾവുകൾ സ്ഥാപിക്കും. ഇത് ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ വർക്കിങ്ങുമായി വളരെയധികം സാമ്യമുണ്ട്. ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഹൈഡ്രോമോട്ടറിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഹൈഡ്രോമോട്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഫ്ലോ പാത്ത് ഓഫ് ഓയിൽ. ഓയിലിൻ്റെ ഫ്ലോ പാത്തിന് അനുസരിച്ചായിരിക്കും ഹൈഡ്രോമോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഏത് ദിശയിലേക്കാണോ ഹൈഡ്രോമോട്ടർ കറങ്ങുന്നത് എന്ന് ഹൈഡ്രോളിക് ഓയിലിൻ്റെ പാത്തിന് അനുസരിച്ചായിരിക്കും. അടുത്തതായി സ്പെസിഫിക്കേഷൻ ഓഫ് എ ഹൈഡ്രോമോട്ടർ. എ ഹൈഡ്രോമോട്ടർ ഈസ് യൂഷ്വലി ഡിസൈൻഡ് and specified by the following parameter. ഒരു ഹൈഡ്രോമോട്ടർ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, ഏതൊക്കെ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. മാക്സിമം ടോർക്ക് റിക്വയർഡ്. മാക്സിമം RPM റിക്വയർഡ്. outlet. Maximum operating pressure. Efficiency. അപ്പോൾ ഈ 4 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ഹൈഡ്രോമോട്ടർ ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ സ്പെസിഫൈ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് മാക്സിമം ടോർക്ക് റിക്വയർഡ്. എത്രത്തോളം ടോർക്ക് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ അടുത്തായി ഔട്ട്ലെറ്റിൽ എത്ര RPM നമ്മൾക്ക് ആവശ്യമായിട്ടുണ്ട്. അടുത്തത് മാക്സിമം ഓപ്പറേറ്റിംഗ് പ്രഷർ. ഹൈഡ്രോമോട്ടറിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് പ്രഷർ എത്രയാണ്. ലാസ്റ്റ് വൺ എഫിഷ്യൻസി. ഹൈഡ്രോമോട്ടറിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോമോട്ടർ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ സ്പെസിഫൈ ചെയ്യുന്നതും. Efficiency of hydromotor. Most of the times the hydromotor does not function as calculated. This is indicated by the various efficiency of hydromotors. They are as follows. മിക്കപ്പോഴും നമ്മൾ ഹൈഡ്രോമോട്ടറിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതുപോലെ ആയിരിക്കില്ല ഫങ്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ അത്രത്തോളം എഫിഷ്യൻസി നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഇത് ഹൈഡ്രോമോട്ടറിൻ്റെ വ്യത്യസ്തങ്ങളായ എഫിഷ്യൻസിയെയാണ് കാണിക്കുന്നത്. നമ്മൾ ഒരു മോട്ടർ എത്ര എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ രീതിയിലേക്ക് മിക്കപ്പോഴും ഹൈഡ്രോമോട്ടറിൻ്റെ എഫിഷ്യൻസി ലഭിക്കില്ല. അപ്പോൾ ഏതൊക്കെയാണ് എഫിഷ്യൻസി എന്ന് നോക്കാം. ആദ്യമായി വോളിയോമെട്രിക് എഫിഷ്യൻസി. ഡ്യൂറിങ് ഓപ്പറേഷൻ സം എമൗണ്ട് ഓയിൽ സ്ലിപ്സ് എവേ without performing
any work. This is a volumetric loss which is reflect in the volumetric efficiency. അപ്പോൾ ഹൈഡ്രോ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഒരു ചെറിയ എമൗണ്ട് ഓയിൽ സ്ലിപ്പായിട്ട് നഷ്ടപ്പെടും. അതായത് ആ ഓയിൽ മുഖാന്തരം യാതൊരു വർക്കും നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് ലഭിക്കുന്നില്ല. അത് സ്ലിപ്പായിട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് വോളിയോമെട്രിക് ലോസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വോളിയോമെട്രിക് എഫിഷ്യൻസിയുടെ ഒരു ഫോർമുല, വോളിയോമെട്രിക് എഫിഷ്യൻസി എങ്ങനെ കാണാം എന്ന ഫോർമുലയാണ് അടുത്ത് പറയുന്നത്. ഈറ്റ വോളിയോമെട്രിക് ഈക്വൽ ടു തിയററ്റിക്കൽ ഫ്ലോ റേറ്റ് ഡിവൈഡ് ബൈ ആക്ച്വൽ ഫ്ലോ റേറ്റ്. ഇപ്പോൾ വോളിയോമെട്രിക് എഫിഷ്യൻസി ഈക്വൽ ടു തിയററ്റിക്കൽ ഫ്ലോ റേറ്റ്. നമ്മൾ തിയററ്റിക്കലായിട്ട് ഹൈഡ്രോ മോട്ടോർ ഡിസൈൻ ചെയ്യുമ്പോൾ എത്രത്തോളം ഫ്ലോ റേറ്റ് ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് തിയററ്റിക്കൽ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് സ്ലിപ്പേജ് കഴിഞ്ഞിട്ട് ആക്ച്വലായിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എത്രത്തോളം ഫ്ലോ റേറ്റ് കിട്ടുന്നുണ്ട്, അതാണ് ആക്ച്വൽ ഫ്ലോ റേറ്റ്. അപ്പോൾ തിയററ്റിക്കൽ ഫ്ലോ റേറ്റ് എത്രയാണോ അതിന് നമ്മൾ ആക്ച്വൽ ഫ്ലോ റേറ്റും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയോമെട്രിക് എഫിഷ്യൻസി നമുക്ക് ലഭിക്കും. അടുത്തതായി മെക്കാനിക്കൽ എഫിഷ്യൻസി. ഡ്യൂറിങ് ഓപ്പറേഷൻ, particularly at low RPM and high pressure condition, there is a lot of mechanical losses. This is given by mechanical efficiency. Eta mechanical equal to actual torque divided by theoretical torque into 100. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇടയ്ക്ക് പ്രത്യേകിച്ച് ലോ ആർ പി എം അതുപോലെ ഹൈ പ്രഷർ കണ്ടീഷൻ, ലോ ആർ പി എമ്മിലും ഹൈ പ്രഷർ കണ്ടീഷനിലും കുറേയധികം മെക്കാനിക്കൽ ലോസേജ് സംഭവിക്കും. അപ്പോൾ ഈ മെക്കാനിക്കൽ ലോസേജ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസിയിൽ അത് മാറ്റമുണ്ടാവും. ഈറ്റ മെക്കാനിക്കൽ ഈക്വൽ ടു ആക്ച്വൽ ടോർക്ക് ബൈ തിയററ്റിക്കൽ ടോർക്ക് ഇൻറ്റു 100. പലതരത്തിലുള്ള ലോസേജ് പറഞ്ഞു. അപ്പോൾ ഇതിൽ ലോ പ്രഷറിലും ഹൈ പ്രഷർ കണ്ടീഷനിലും കുറേയധികം മെക്കാനിക്കൽ ലോസേജ് ഉണ്ടാവും. അപ്പോൾ ഈ മെക്കാനിക്കൽ ലോസേജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് ഈ പറയുന്നത്, ആക്ച്വൽ ടോർക്ക് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ടോർക്ക്. ആക്ച്വൽ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രോ മോട്ടറിന് എത്രത്തോളം ടോർക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ്. തിയററ്റിക്കൽ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്ത് ഹൈഡ്രോ മോട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത്രത്തോളം ടോർക്ക് ഹൈഡ്രോ മോട്ടറിനകത്ത് വരും. പക്ഷേ പ്രാക്ടിക്കലി അത്ര ഉണ്ടാവില്ല, മെക്കാനിക്കൽ ലോസേജ് കാരണം. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ടോർക്ക് ഡിവൈഡ് ബൈ തിയററ്റിക്കൽ ടോർക്ക് ഇൻറ്റു 100. ഈ ഫോർമുല വെച്ച് നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഓവറോൾ എഫിഷ്യൻസി. This is used to calculate the power output of hydraulic motor. It is expressed as product of volumetric and mechanical efficiency. അപ്പോൾ ഒരു ഹൈഡ്രോളിക് മോട്ടറിൻ്റെ പവർ ഔട്ട്പുട്ട് എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവറാൾ എഫിഷ്യൻസി, മൊത്തത്തിലുള്ള എഫിഷ്യൻസി കാണുന്നത്. പവർ ഔട്ട്പുട്ട് എത്രത്തോളമാണ് ഹൈഡ്രോളിക് മോട്ടറിൻ്റെ എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണുന്നത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് വോളിയോമെട്രിക് ആൻഡ് മെക്കാനിക്കൽ എഫിഷ്യൻസി. വോളിയോമെട്രിക് എഫിഷ്യൻസിയും മെക്കാനിക്കൽ എഫിഷ്യൻസിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ്
നമുക്ക് ഓവറാൾ എഫിഷ്യൻസി ലഭിക്കുന്നത്. η0 ഈക്വൽ ടു ഈറ്റ വോളിയം ഇൻറ്റു ഈറ്റ മെക്കാനിക്കൽ ഡിവൈഡ് ബൈ 100. അപ്പോൾ ഓവറാൾ എഫിഷ്യൻസി ഈക്വൽ ടു വോളിയമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി ഡിവൈഡ് ബൈ 100. അപ്പോൾ ഈ മെക്കാനിക്കൽ എഫിഷ്യൻസിയുടെയും വോളിയമെട്രിക് എഫിഷ്യൻസിയുടെയും പ്രൊഡക്റ്റാണ് ഓവറാൾ എഫിഷ്യൻസി. ഇപ്പോൾ ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നാൽ നമ്മൾ അത് പേഴ്സൻറ്റേജിലാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് അതിനുള്ള ഇക്വേഷൻ. മെക്കാനിക്കൽ എഫിഷ്യൻസി ഓവറാൾ എഫിഷ്യൻസി ഈക്വൽ ടു വോളിയമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഹൈഡ്രോളിക് മോട്ടറിനെ കുറിച്ചുള്ള വിശദീകരണം ഈ വീഡിയോയിലൂടെ അവസാനിക്കാൻ പോവുകയാണ്. ആദ്യത്തെ പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ സ്പീഡ് കൺട്രോളിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതുപോലെ എഫിഷ്യൻസിയെക്കുറിച്ചും ഇതിൽ വിശദമാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മലമ്പുഴ ഗവൺമെൻറ് ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.